Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbi yassir wa la tu'assir wa tammim bil khair. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilma. Assalamu alaikum girls. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 10 days of Ramadan ആണ്. അപ്പോൾ വി ഷുഡ് ഓൾ നോ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ലാവിഷായിട്ട് ഫോർവേഡഡ് മെസ്സേജസ് ഒക്കെ കിട്ടിക്കാണും. ലൈലത്തുൽ ഖദർ ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അൺലിമിറ്റഡ് മെസ്സേജസ് ഇപ്പൊ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഇസ്ലാമിക് ഗ്രൂപ്പ്സിലൊക്കെ. അപ്പോൾ ഒരുവിധം എല്ലാ നോളജൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ദിസ് ഇസ് ജസ്റ്റ് എ റിമൈൻഡർ. ആൻഡ് അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഞാൻ സൂറ ഖദറും എൻ്റെ ഒരു ട്രാൻസ്ലേഷനും എൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഇതിന്റെ കൂടെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റമദാൻ എന്ന് പറയുന്നത് വി നോ ദാറ്റ് എന്താണ് ആക്ച്വലി നമ്മളുടെ ഇസ്ലാമിക് മന്ത്സ് ഉണ്ട്. ഇസ്ലാമിക് മന്ത്സിലെ ക്രൗൺ ആണ് റമദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പെഷ്യൽ മന്ത് ആണ്. ഇറ്റ്സ് എ ക്രൗൺ ഓഫ് ഇസ്ലാമിക് മന്ത്സ് എന്ന് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ആ ക്രൗണിന്റെ മുകളിൽ ഉള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മോസ്റ്റ് എക്സ്പെൻസീവ് ജെം ആണ്. യു ഗോട്ട് ദാറ്റ്. അപ്പൊ യു ക്യാൻ understand the value of Laylatul Qadr. It's the most beautiful, expensive gem on top of the crown, which is the Ramadan month. Got it? That's point number 1. ഇനി ഈ ലൈലത്തുൽ ഖദർ ഞാനിപ്പോ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയൂല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ പറയൂല. ബിക്കോസ് അതിന് ഇതുവരെ ഒരു 100% പക്ക ഒരു ഒപ്പീനിയൻ വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് നറേഷൻസ് ഉണ്ട്, ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട്. ഇന്ന ദിവസമാണ്. അപ്പൊ ഐ ഡോണ്ട് വോണ്ട് ടു കോമെന്റ് ഓൺ ദാറ്റ്. അപ്പൊ ആ ഏരിയ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ബട്ട് ഞാൻ ഒരു ജനറൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് എനി വൺ ഓഫ് ദ ലാസ്റ്റ് 10 നൈറ്റ്സ് ആണ് ലൈലത്തുൽ ഖദർ വരിക. ഇറ്റ് ക്യാൻ ബി എനി വൺ ഓഫ് ദ നൈറ്റ്സ് ഓഫ് ലാസ്റ്റ് 10 days. അതാണ് ജനറൽ പ്രോമിനന്റ് ഒപ്പീനിയൻ. ആൻഡ് ഓൾസോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ് എവറി ഇയർ. അപ്പൊ ഈ വർഷം അത് 21-ാം തീയതി നൈറ്റ് ആണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 23 ആയിരിക്കും, അല്ലെങ്കിൽ 25 ആയിരിക്കും. ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഈ 2 പോയിന്റ് ആണ് പ്രോമിനന്റ് ആയിട്ടുള്ള ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ. അപ്പൊ യു ഹാവ് ടു സീക്ക് ഫോർ ഇറ്റ് എവറി ഇയർ. ഇപ്പൊ ഒരു ദിവസം നമുക്ക് യു ഫെൽറ്റ് ഓക്കെ ദിസ് ഷുഡ് ബി ദ ഡേ ഓഫ് ലൈലത്തുൽ ഖദർ നിങ്ങൾ ഫീൽ ചെയ്ത് അടുത്ത വർഷം അത് തന്നെ ആവണമെന്നില്ല. സോ ഇറ്റ് ക്യാൻ കീപ് ചേഞ്ചിങ്. സോ യു ഹാവ് ടു സീക്ക് ഫോർ ഇറ്റ്. ഓക്കെ, ദീസ് ആർ ദ 2 points about it. ഓക്കെ, നൗ ദ തേർഡ് വൺ. വൈ ഈസ് ഇറ്റ് ഹിഡൻ? എന്തുകൊണ്ട് പടച്ചവൻ നമ്മളോട് പറഞ്ഞില്ല സ്പെസിഫിക് ആയിട്ട് ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, നിങ്ങൾ ആ ദിവസം മരിച്ച് ഇബാദത്ത് ചെയ്തോ, ദാറ്റ് വിൽ ബി ആക്സെപ്റ്റഡ് എന്ന് പടച്ചവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? റീസൺ നമ്പർ 1, നമ്മളെ പടച്ചവന് നന്നായിട്ട് അറിയാം. നമ്മളാരാ മക്കള്? ആ ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് തലയും കുത്തി പള്ളിയിൽ പോയി കിടന്ന് കംപ്ലീറ്റ് ഇബാദത്ത് ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ ഉള്ള ദിവസമൊക്കെ നമ്മൾ പുച്ഛിച്ചു വിടും. മനസ്സിലായ? ബാക്കി ഒറ്റ ദിവസം നമ്മൾ മൈൻഡ് ചെയ്യൂല. ഇന്ന് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടി, അൽഹംദുലില്ലാ, ഫൈൻ. ബാക്കി ദിവസമൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. അപ്പൊ പടച്ചവൻ അവിടെ ഒരു കൊളുത്തിട്ടതാണ്. മനസ്സിലായില്ലേ? ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് ദ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയുന്നത്. ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് ദ റീസൺസ്. ഓക്കെ, ഇനി അടുത്ത ഒപ്പീനിയൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഹ്യൂജ് മേഴ്സി ഫ്രം അല്ലാഹ്. പടച്ചവന്റെ ഒരു വലിയ ബ്ലെസ്സിങ് കാരണമാണ് പടച്ചവൻ നമ്മളോട് അത് പറയാറുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം ഇഗ്നോർ ചെയ്താൽ, ഇപ്പൊ നമുക്കറിയാം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ, പക്ഷെ നമുക്കന്ന് വേറെ കുറെ പരിപാടികൾ വന്നു. ഓക്കെ, ആ ലൈലത്തുൽ ഖദർ അന്ന് എനിക്കറിയാം, ഓക്കെ, പക്ഷെ എനിക്ക് ഈ പരിപാടികൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ യു ഇഗ്നോർ ദാറ്റ് ആൻഡ് യു ഗോ ഫോർ സം അതർ വർക്ക്. അല്ലെങ്കിൽ അന്ന് നിങ്ങൾ ലൈറ്റ് ആയിട്ട് എടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് സിൻ. അതൊരു വലിയ തെറ്റാണ്. പടച്ചോന്റെ ഇത്രയും ബ്ലെസ്ഡ് ഒരു നൈറ്റ് തന്നിട്ട് നമ്മളത് പടച്ചോന് ഒരു വില കൽപ്പിക്കാണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി റിയലി റിയലി സിൻഫുൾ. അപ്പൊ അല്ലാഹ് വാണ്ട്സ് ടു അവോയ്ഡ് ദാറ്റ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ പടച്ചോൻ. അപ്പൊ ദാറ്റ് ഇസ് വൺ മേഴ്സിയാണ്, പടച്ചോന്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ആ ദിവസം പറഞ്ഞു തരാതിരുന്നത്. ഓക്കെ, ഇനി പടച്ചോൻ ഈ ഒരു ദിവസം, ഈ ഒരു നൈറ്റ് ഇറ്റ്സ് സോ 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 ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് പടച്ചോൻ ഒരു ഹോൾ സൂറ ഇൻ ദ ഖുർആൻ ഈ ഒരു നൈറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പടച്ചോൻ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഇവിടെ. അപ്പൊ നമുക്കത് പുച്ഛിച്ച് വിടാൻ പറ്റില്ല. യു ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡു സംതിങ് ഓൺ ദാറ്റ് ഡേ. ഇഗ്നോർ ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല. അത് കൂടാണ്ട് സൂറ ദുഖാൻ, സൂറ നമ്പർ 44 ഐ തിങ്ക്, അതില് ഓൾസോ ആദ്യത്തെ കുറച്ച് ആയാസ് പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒരു എൻറ്റയർ സൂറ ഇതിനു വേണ്ടി പടച്ചവൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യു കനോട്ട് ഇഗ്നോർ ലൈലത്തുൽ ഖദർ. ഓക്കെ, ഇറ്റ്സ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് നൈറ്റ്. ഓക്കെ, ഇനി
ഈ ഖദർ, സൂറ ഖദറില്, സൂറ ഖദർ എന്ന് പറയുന്ന ആ വാക്കിന് ഒരുപാട് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം പറയുകയാണെങ്കിൽ ഡിക്രി, ദ കമാൻഡ് ഓഫ് അള്ളാ, ഓക്കെ, ദാറ്റ് ക്യാൻ ബി വൺ മീനിങ്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ മീൻ ഓണർ, ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ മീൻ വാല്യൂ. അപ്പൊ പല മീനിങ്സ് ഉണ്ട്, പല ഒപ്പീനിയൻസ് ഉണ്ട്. ഈ ലൈലത്തുൽ ഖദർ പവർഫുൾ നൈറ്റ് ആണത്. ഓക്കെ, അപ്പൊ അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ആ സൂറ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അപ്പോ നൈറ്റ് ഓഫ് ഡിക്രി, ഓക്കെ, നൈറ്റ് ഓഫ് കമാൻഡ്സ്, ആ ഒരു ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ സൂറ അദ്ദുഖാനില്, നമ്മൾ ആ സൂറ അദ്ദുഖാനിലെ ആദ്യത്തെ 3-4 ആയം കൂടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ലൈലത്തുൽ ഖദർ. ഓക്കെ, പെട്ടെന്ന് കവർ ചെയ്യാം ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഓക്കെ, ആൻഡ് ഈ ഹാമീം ദർ ഇസ് നോ മീനിങ് ടു ദാറ്റ്, ഇറ്റ് ഇസ് ജസ്റ്റ് ആൽഫബറ്റ്സ്. ഓക്കെ, വൽ കിതാബിൽ മുബീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് by the clear book. I swear by the clear book. That is talking about Quran. Okay. Next ayil പറഞ്ഞിരിക്കുന്ന inna anzalnahu fi laylatin mubarakatin. Okay. We have sent it down. Okay. In the night. In the mubarakatin എന്ന് പറഞ്ഞ blessed night ആണ്. അത് just ഒരു blessed night അല്ല. That night which keeps on producing more good, multiplies the good. It keeps on increasing. Mubarakatin blessings increase ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റിൽ we have sent the Quran down. We have sent it down. Okay. Inna kunna mundirin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we always want to give warnings എന്നാണ് അതിന്റെ അർത്ഥം. Okay. ഇനി fiha yufraqu kullu amrin hakimin. Okay. In it. Okay, അതിന്റെ ഉള്ളില് always every wise decision, okay, wise decision അറിയാലോ, has been separated and distinguished. അപ്പൊ എല്ലാ wise decisions-ഉം ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ട് അതില് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ദ നൈറ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അന്ന് സംഭവിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽസ്, ഇപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുക്കില്ലേ, ദാറ്റ് ഈസ് വാട്ട് അള്ളാഹ് ഡസ് ഓൺ ദാറ്റ് ഡേ. അള്ളാഹ് ഹാസ് പ്രിപ്പയർഡ് നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുവെച്ചാൽ ഓൾ ഗുഡ് തിങ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഗുഡ് ഡിസിഷൻസ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് അള്ളാഹ് ഓൾറെഡി പ്ലാൻ ചെയ്ത് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ദാറ്റ് ഡേ അള്ളാഹ്സ് കമാൻഡ് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഏഞ്ചൽസ്. അപ്പൊ ഏഞ്ചൽസ് അന്ന് പടച്ചോൻ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. മനസ്സിലായോ? അപ്പോ ഇറ്റ്സ് ഓൾ ഗുഡ് ഡിസിഷൻസ്. ഇറ്റ്സ് നോട്ട് നമ്മളുടെ കലാമിറ്റീസോ പണിഷ്മെന്റ്സോ ഡിസ്ട്രക്ഷനോ ഒന്നുമല്ല. ഇറ്റ്സ് ഓൾ ഗുഡ് ബ്ലെസ്ഡ് തിങ്സ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. അതിന്റെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇംപ്ലിമെന്റഡ് ബൈ ദ ഏഞ്ചൽസ്. ഇറ്റ്സ് എ ബ്ലെസ്ഡ് നൈറ്റ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ആയാല് അംറൻ മിൻ ഇന്ദിന. ഇറ്റ് ഈസ് എ കമാൻഡ് ഫ്രം അസ്. ഓക്കെ, പടച്ചോൻ പറയുന്നത് ഇറ്റ്സ് എ കമാൻഡ് ഫ്രം അസ്. ഓക്കെ, ഇന്ന കുന്ന മുർസലീൻ, വി ഹാവ് ബീൻ ഓൾവേസ് സെൻഡിങ് ദം, ഞാൻ എപ്പോഴും അത് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പടച്ചോൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ആയ ഈസ് റഹ്മത്തൻ മിൻ റബ്ബിക. ഇറ്റ്സ് എ mercy from Allah. It's all loving commands. It's beautiful commands. As I said before, it's not about destruction or calamity or punishment onnalla. It's all beautiful, loving commands from Allah. Okay, rahmatan from Rabbika ennu parnirukku. Rahmatan min Rabbika. It's a mercy from Allah. Okay. Innahu huwas samiul alim. Definitely Allah knows what's happening in your heart. Okay, He is the ultimate hearing and all knowing. Okay. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദുഖാനിലെ ആദ്യത്തെ ഫ്യൂ ആയാസിൽ പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ലൈലത്തുൽ ഖദർ. അപ്പൊ പടച്ചോൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അല്ലാഹ്. പടച്ചോന്റെ കമാൻഡ്സ് വരുന്നത്, അതാണ് ഖദറിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് അല്ലാഹ്. ഇറ്റ്സ് കമ്മിങ് ഡൗൺ ഓൺ ദാറ്റ് ഡേ. ദ ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ആൻഡ് ദ ഏഞ്ചൽ ഇസ് ഇംപ്ലിമെന്റിംഗ് ഇറ്റ് ഓൺ ദാറ്റ് ഡേ ആൻഡ് ഇറ്റ്സ് ഓൾ ഗുഡ് മാറ്റേഴ്സ്. ഓക്കെ, ഇറ്റ്സ് ഓൾ കമ്മിങ് ഫ്രം അല്ലാഹ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ mercy ഓഫ് അല്ലാഹ്. ഇത്രയും കാര്യങ്ങൾ അദ്ദുഖാനിൽ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു സൂറ ഖദർ. സൂറ ഖദർ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഖദറിന് പല മീനിങ് ഉണ്ട്. ആദ്യം പറഞ്ഞത് ഡിക്രി ആണ്. വേറൊരു മീനിങ് ഉള്ളത് ഓണർ ആണ്. ഓണർ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ആർ ഓണർഡ് പീപ്പിൾ. ദ ബുക്ക് ഇസ് എൻ ഓണർഡ് ബുക്ക്, അല്ലെ? ദ മെസ്സഞ്ചർ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ് എൻ ഓണർഡ് പേഴ്സൺ, അല്ലെ? ആൻഡ് ദ നൈറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഓണർഡ്, റൈറ്റ്? അപ്പൊ ഓൾ ദ തിങ്സ് കണക്റ്റഡ് ടു ഇറ്റ് ഇസ് ഓണർഡ്. Okay, so that is why it has another meaning called honored for Qadar. Okay,
ഈ ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിറച്ച് ഏഞ്ചൽസ് ഇങ്ങനെ തിങ്ങി ട്രാഫിക് ആയിരിക്കും എന്ന് പറയുന്നത്. ഏഞ്ചൽസിന്റെ ട്രാഫിക് ആയിരിക്കും എന്ന് പറയുന്നത്, കൺജഷൻ ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മളുടെ മൺതരികളെക്കാളും കൂടുതൽ ഏഞ്ചൽസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പറയണ ലൈലത്തുൽ ഖദറിന്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് തിങ് അല്ലേ? ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ചിന്തിക്കാൻ പറ്റണല്ല. ഇപ്പൊ ചിലപ്പോ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ എന്റെ ചുറ്റും നിറഞ്ഞ് ഏഞ്ചൽസ് ഉണ്ടെങ്കിലോ. സുബ്ഹാനല്ലാഹ്, അടിപൊളി. അപ്പൊ സൂറ ഖദർ 5 ആയുള്ളൂ, കുഞ്ഞു സൂറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. We have certainly sent it down, okay, on the night of power or night of decree or night of honor or night of value, okay. അപ്പൊ ഞാൻ ഖുർആൻ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇൻ ദിസ് ഡേ, ഓക്കെ, ഇൻ ദിസ് പെർട്ടിക്കുലർ ഡേ എന്നാണ് പടച്ചോൻ പറയുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആൻഡ് വാട്ട് ഡു യു നോ, വാട്ട് ഡു യു തിങ്ക് വാട്ട് ലൈലത്തുൽ ഖദർ ഈസ്? എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? യു ഹാവ് എനി ക്ലൂ വാട്ട് ദിസ് നൈറ്റ് ഇസ് അബൌട്ട്? ആൻഡ് അല്ലാഹ് ഈസ് ഗോയിങ് ടു സേ, പടച്ചോൻ നമ്മളോട് പറയും നിങ്ങൾക്ക് വല്ലതും അറിയോ? ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പടച്ചോൻ പറയാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 1, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹറിൻ. ഓക്കെ, ഈ ലൈലത്തുൽ ഖദർ, ദാറ്റ് നൈറ്റ് ഇസ് ബെറ്റർ ദാൻ 1000 months എന്നാണ് പറയുന്നത്. അപ്പൊ ബെറ്റർ ദാൻ 1000 months ആണെങ്കിൽ നമ്മളുടെ നാച്ചുറൽ, നമ്മളെപ്പോഴും വളഞ്ഞ വഴിയാണല്ലോ ചിന്തിക്കുന്നത്. നമ്മളേക്ക് ഓക്കെ എന്നാൽ ഇന്നിപ്പോ ഫജർ, ഈ ഒരു നൈറ്റിൽ ഞാൻ ഫജർ അല്ലെങ്കിൽ മഗ്രിബ് അല്ലെങ്കിൽ ഇഷ്യോ എന്തെങ്കിലും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ശരി, ഞാൻ ഇനി ഒരു 1000 മാസം ഞാൻ ഒരു ബ്രേക്ക് എടുക്കാം, വെക്കേഷൻ എടുക്കാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി ചിന്തിക്കും നമ്മളാരാ മക്കള് അല്ലെ? പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നമ്മളുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ 1000 months എന്ന് പറയുന്നത് ആക്ച്വലി 83 years plus 4 months അങ്ങനെ ഒന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി, ഐ എം നോട്ട് ഷുവർ. ഓക്കെ, അപ്പോ അതെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു എൻറ്റയർ ലൈഫ് ടൈം ആണില്ലേ. നമ്മളൊന്നും ചിലപ്പോൾ അത്രയും വരെ പലരും എത്തൂല, മനസ്സിലായില്ലേ? അപ്പോ പടച്ചോൻ പറയുന്നത് ഇറ്റ് ഈസ് ദിസ് നൈറ്റ് ഇസ് ബെറ്റർ ദാൻ യുവർ എൻറ്റയർ ലൈഫ് ടൈം എന്നാണ് പറയുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ, അത്രയും പവർഫുൾ, അത്രയും വാല്യുബിൾ ആണ്. സുബ്ഹാനല്ലാഹ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണത്, മനസ്സിലായില്ലേ? വേറെ ബ്യൂട്ടിഫുൾ തിങ് എന്താണോ പടച്ചോൻ പറഞ്ഞില്ല, ഇറ്റ് ഈസ് 1000 times better than 1000 months എന്നോ, അല്ലെങ്കിൽ 100 times better than 1000 months എന്നോ, അല്ലെങ്കിൽ 10,000 times better than 1000 months എന്നൊന്നും പടച്ചോൻ പറഞ്ഞില്ല. ഹി ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ് ഓപ്പൺ. ഇറ്റ് ഈസ് ബെറ്റർ ദാൻ 1000 months. ഇറ്റ് ക്യാൻ ബി എനി ടൈംസ്. എത്ര പ്രാവശ്യം മൾട്ടിപ്പിൾ എന്ന് പടച്ചോൻ അറിയുള്ളൂ, വി ഡോണ്ട് നോ, റൈറ്റ്? സുബ്ഹാനല്ലാഹ്, ഇതൊരു ബ്യൂട്ടിഫുൾ അല്ലേ പടച്ചോൻ? ഇടക്കിടക്ക് എനിക്ക് ഐ ലവ് യു അല്ലാ, ഐ ലവ് യു അല്ലാ എന്ന് പറയാൻ വന്നു ഈ ഒരു സൂറ എടുക്കുമ്പോ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അമർ. ഓക്കെ, ഇനി ഇതിൽ ഖദറിന്റെ മീനിങ് ഒരു ഡിക്രി എന്നുള്ള മീനിങ് വരുന്ന ഒരു ആയാണിത്. ഓക്കെ, ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ദ ഏഞ്ചൽസ് ആർ സെൻഡ് ഔട്ട്. ഏഞ്ചൽസ് മാത്രമല്ല, വറൂഹു, ദാറ്റ് ഇസ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് ഈ വറൂഹു എന്ന് പറയുന്നത്. അപ്പൊ ഏഞ്ചൽസും ജിബ്രീൽ അലൈഹിസ്ലാമിനെയും പടച്ചോൻ താഴേക്ക് വിടുകയാണ്. ഓക്കെ, ബി ഇദ്നി റബ്ബിഹിം, വിത്ത് ദ പെർമിഷൻ ഓഫ് അള്ളാഹ്. ഓക്കെ, ഇവിടെ വിത്ത് ദ പെർമിഷൻ ഓഫ് അള്ളാഹ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏഞ്ചൽസിന് പടച്ചോൻ അൺലിമിറ്റഡ് ഏഞ്ചൽസ് ഉണ്ട് ഇല്ലേ? ഇവർക്ക് എല്ലാവർക്കും പടച്ചോൻ റെസ്പോൺസിബിലിറ്റി കൊടുത്തത്. ഇത് ആക്ച്വലി പറയുമ്പോൾ ഒരു പല ഡിപ്പാർട്ട്മെന്റാണ് ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സെറ്റ് ഓഫ് ഏഞ്ചൽസ് ഗാർഡിങ് അസ്, ഒരു സെറ്റ് ഓഫ് ഏഞ്ചൽസ് നമ്മളുടെ ബോത്ത് സൈഡ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ആക്ഷൻസ് ഗുഡ് ആൻഡ് ബാഡ് റൈറ്റ് ചെയ്യുന്നവർ. പിന്നെ ഒരു സെറ്റ് ഓഫ് ഏഞ്ചൽസ് ഫോർ ഫോർ പ്രൈസിങ് അല്ലാ. പിന്നെ ഒരു സെറ്റ് ഓഫ് ഏഞ്ചൽസ് ഗോയിങ് അറൌണ്ട് ദ ആർഷ് ഓഫ് അല്ലാ. അങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസ് ആണ് പല ബാച്ച് ഓഫ് ഏഞ്ചൽസിന് പടച്ചോൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പടച്ചോൻ അന്നത്തെ ഒരു ദിവസം എല്ലാവരോടും എല്ലാ റെസ്പോൺസിബിലിറ്റീസും വിട്ടിട്ട് യു കം ഡൗൺ. Subhanallah, come down. And Jibreel alayhi salam, he doesn't come all the time. Very rarely. He's the, leader. Okay, പക്ഷെ ജിബ്രീൽ അലൈഹി സ്വലാം പടച്ചോൻ പറഞ്ഞിരിക്കുകയാണ് താഴേക്ക് വരണമെന്ന്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് നൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, തിങ്ങി നിറഞ്ഞ ഏഞ്ചൽസ് ആയിരിക്കും. മണൽത്തരികളെക്കാളും കൂടുതൽ ഏഞ്ചൽസ് ആയിരിക്കും ഈ ഭൂമിയിൽ അന്ന്. സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു നൈറ്റ് നമുക്കൊരു 10 ദിവസം രാത്രി സാക്രിഫൈസ് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? എത്രയോ വർഷം നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ വർഷം ഒരു 10 ദിവസം നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. യു ക്യാൻ ക്യാച്ച് ദ നൈറ്റ് ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് നൈറ്റ്, മോസ്റ്റ് ബ്ലെസ്ഡ് നൈറ്റ്. മാക്സിമം സോറി പറയാ പഠിച്ചുകൊണ്ടോട്ട്, ഇസ്തിഗ്ഫാർ, സുബ്ഹാനല്ലാഹ്, ഓൾ ദ ടൈം കീപ് ഡൂയിങ് ദാറ്റ്. അപ്പൊ പഠിച്ചവന്റെ പെർമിഷനോട് കൂടി ദേ ആർ ഓൾ ഡൗൺ. ഏഞ്ചൽസിന്റെ ട്രാഫിക് ജാം ആയിരിക്കും അന്ന്. സുബ്ഹാനല്ലാഹ്, അടിപൊളിയല്ലേ? ഒന്ന് വിഷ്വലൈസ് ചെയ്യട്ടോ പ്ലീസ്, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? ആൻഡ് ദെൻ അള്ളാഹ് സേസ് മിൻ കുല്ലി അംർ. ഓക്കെ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് ഏഞ്ചൽസ് ആർ കമ്മിങ്
with every kind of command to solve your problems. അതാണ് ഉദ്ദേശിക്കുന്നത്. With every type of commands to solve your health problems, your financial issues, your personal problems, your spiritual problems, for emotional problems, your faith in the problem, everything to solve the problems, angels are coming down. It's a blessed night. It's a mercy of Allah, subhanallah. അപ്പൊ ഡിക്രിയുടെ മീനിങ് ഇവിടെ വന്നില്ലേ ഖദറിന്. ഇനി ഖദറിന് ഒരു മീനിങ്ങും കൂടി ഉണ്ട്, വിച്ച് മീൻസ് ലിമിറ്റ് എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട്. ഡിഫറെന്റ് മീനിങ്സിന്റെ ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൽ ലാസ്റ്റ് ആയാലും പഠിച്ചവൻ പറയുന്നുണ്ട് സലാമുൻ ഹിയ ഹെത്ത മത്ത് ല ഇൽ ഫജർ. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്ന പീസ്. ഓക്കെ, ഇറ്റ് ഇസ് ദെയർ അൺടിൽ ദ റൈസിംഗ് ഓഫ് ഫജർ. പീസ്, സലാമുൻ ഇസ് പീസ്. ഓക്കെ, അപ്പോ ഈ മത്ല അൽ ഫജർ, ഈ മത്ല അൽ എന്ന് പറയുമ്പോൾ റൈസിംഗ് ഓഫ് ഫജർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി നമ്മളുടെ ഒരു സുഹൂർ ടൈം നമ്മൾ ഫജർ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവസാനിക്കുകയാണില്ലേ. ഫജർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പുറത്ത് ഇരുട്ടാണ് ഇല്ലേ. അപ്പോ ദാറ്റ് ഇസ് ദ ലിമിറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നൈറ്റ് പഠിച്ചോനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ? റൈസിംഗ് ഓഫ് ഫജർ എന്ന് വെച്ചാൽ ഫജർ കഴിഞ്ഞിട്ട് ആ ലൈറ്റ് വരുന്നുണ്ടല്ലോ, ആ സമയം വരെ നമുക്ക് ആ ബ്ലെസ്സഡ് നൈറ്റിന്റെ സമയം പഠിച്ചോനെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, another mercy of Allah ഇല്ലേ, സുബ്ഹാനല്ലാഹ്. ആൻഡ് സലാമുൻ, സലാം എന്ന് പറയുന്നത് പടച്ചോന്റെ ഒരു പേരാണ്. യു നോ ദാറ്റ് 99 names are there for Allah അല്ലെ. അതിൽ സലാം എന്ന് പറയുന്നത് പടച്ചോന്റെ ഒരു പേരാണ്. അത് കൂടാണ്ട് സലാം എന്ന് പറയുന്നത് ജന്ന, സ്വർഗത്തിന്റെ വേറൊരു പേരാണ് ദാരുസലാം. ഓക്കെ, അപ്പൊ ദീസ് ആർ ജസ്റ്റ് ഡിഫറെന്റ് തിങ്സ് വിച്ച് ഐ എം സീയിങ് അബൌട്ട് ഇറ്റ്. ഈ ഒരു ചെറിയൊരു കാര്യം, ശരിക്കും ഗ്രാമർ അറിയാവുന്ന ആൾക്കാണെങ്കിൽ അറിയാം, സലാമുൻ ഹിയ എന്നാണ് പടച്ചോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇറ്റ് കുഡ് ബി റിട്ടൺ ഹിയ സലാമുൻ, ഇറ്റ് ഇസ് പീസ് എന്ന് പറയായിരുന്നു. പക്ഷെ പടച്ചോൻ ഇവിടെ പീസ് ഇറ്റ് ഇസ് എന്നുള്ള ഒരു സോളിഡ് സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നൈറ്റ്, ദാറ്റ് നൈറ്റ് ഇസ് പീസ് ഇറ്റ് സെൽഫ്. അവിടെ ഒരു എംഫസിസ് ആണ് പറഞ്ഞത്. അൾട്ടിമേറ്റ് പീസ് ആണ് അന്ന്. മോസ്റ്റ് ബ്ലെസ്സഡ് നൈറ്റ്, മോസ്റ്റ് പീസ്ഫുൾ നൈറ്റ് എന്നാണ് പടച്ചോൻ പറയുന്നത്. അന്ന് പീസാണ്. ടിൽ ദ റൈസിംഗ് ഓഫ് ദ ഫജർ ഇറ്റ്സ് എ പീസ്ഫുൾ തിങ് ആൻഡ് ദാറ്റ് നൈറ്റ് ഇറ്റ് സെൽഫ് ഇസ് പീസ്. ഗോട്ട് ഇറ്റ്? വേറെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ കമാൻഡ്, സലാമുൻ. ഓക്കെ, സംടൈംസ് ചില നൗൺസ് ക്യാൻ യൂസ് ടു, ചില നൗൺസ് അല്ല, നൗൺസ് ക്യാൻ ബി യൂസ്ഡ് എസ് കമാൻഡ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ പറയുമ്പോൾ, ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അപ്പൊ പിള്ളേരോട് ബഹളം വെക്കുന്നത്. അപ്പൊ ടീച്ചർ പെട്ടെന്ന് സൈലൻസ് എന്ന് പറയില്ലേ, അല്ലാണ്ട് ബി സൈലന്റ് എന്നൊന്നും പറയില്ലല്ലോ ടീച്ചർ. സൈലൻസ് ദേഷ്യം വരുമ്പോ പറയില്ലേ. അല്ലെങ്കിൽ ജഡ്ജ് കോടതിയിൽ പറയില്ലേ ഓർഡർ ഓർഡർ ഓർഡർ, ഒറ്റ വാക്കാണ്. ദാറ്റ്സ് എ കമാൻഡ്, അതൊരു ഓർഡർ ആണ് അല്ലേ. അല്ലാണ്ട് പ്ലീസ് മെയിൻറ്റെയിൻ ഓർഡർ എന്നൊന്നും ജഡ്ജ് പറയില്ല ഇല്ലേ. അപ്പോ ഇറ്റ് ക്യാൻ ബി എ കമാൻഡ് ഓൾസോ. അപ്പൊ പർസൺ കമാൻഡ് ചെയ്യാണ്, ഐ ഹാവ് ഗിവൺ യു, കമോൺ യു ബെറ്റർ ബി അറ്റ് പീസ്. I have sent you angels, and angels have sent you, commands have sent you, it's a valuable night. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. So you better be at peace and maximum submit ചെയ്തോ. Be good with people, be good with Allah, do everything. That's a command from Allah. It can be like that also. Just keep everything aside and focus on me and focus on what you can do for the people. Done. Okay, that's a command. So it can be like that also. അപ്പോ ഈ 5 ആയ സൂറ ഖദറിന്റെ അതിന്റെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. അതിന്റെ ഒരു ബേസിക് ഒരു തഫ്സീറും ഞാൻ പറഞ്ഞു, എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ഈ ദിവസത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് 2 ഹദീസും കൂടെ ഞാൻ മെൻഷൻ ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഈ ദിവസം ഇറ്റ്സ് എ ബ്ലെസ്ഡ് നൈറ്റ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇബാദ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മഗ്രിബ് ടിൽ ദ ഫജർ, എവറി ഡേ നൈറ്റ്, ദീസ് നൈറ്റ്സ്. ഓക്കെ, അപ്പോ മാക്സിമം ഇബാദ, ദാറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇന്നതെന്നൊരു പെർട്ടിക്കുലർ സാധനമൊന്നുമില്ല. യു ക്യാൻ റിസൈറ്റ് ഖുറാൻ, യു ക്യാൻ ഡു ദിക്ർ, ഇഷ്ടംപോലെ ദിക്റും എല്ലാം. പിന്നെ കുറെ നേരം പഠിച്ചവനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാം. പിന്നെ നിങ്ങളുടെ തന്നെ ഓൺ ദുവാസ് പറയാം. ഓക്കെ, പിന്നെ കുറെ പേരെ ഹെൽപ്പ് ചെയ്യാം ആ സമയത്ത്. ഇതെല്ലാം ഇബാദയാണ്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാം. ഒരിക്കലും ബോർഡ് ആവരുത്. ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കില്ല. അപ്പൊ കീപ് ചേഞ്ചിങ് തിങ്സ്. എവറി 20 minutes or 30 minutes നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബിക്കോസ് നമ്മൾ അന്നത്തെ ദിവസം യു ഷുഡ് വാക്ക് ഔട്ട് ഗെറ്റിംഗ് ദ പ്ലഷർ ഓഫ് അല്ലാഹ്. അപ്പൊ യു എൻഗേജ് വിത്ത് മാക്സിമം ഇബാദ. ഗോട്ട് ഇറ്റ്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, കീപ് ആസ്കിംഗ് ഫോർഗീവ്നെസ്. ഇഷ്ടം പോലെ ചോദിച്ചോളണം ഫോർഗീവ്നെസ്, അൺലിമിറ്റഡ് ഫോർഗീവ്നെസ്. ബിക്കോസ് പടച്ചോൻ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോർഗീവ് ചെയ്ത് കളയും, കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പോ കംപ്ലീറ്റ് ഫോർഗീവ്നെസ് ഡെഫിനറ്റ്ലി ചോദിച്ചോളണം. ഓക്കെ,
ആൻഡ് മേക്ക് ദുവ ഫോർ അതേഴ്സ്. വേറെ നമ്മൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ബാക്കിയുള്ളവർക്കും വേണ്ടി ദുവ ചെയ്യുക. ഈ ലോകത്ത് ഇപ്പൊ സിറിയയിലോ അവിടെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി ദുവ ചെയ്യുക. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മൾക്ക് പരിചയമുള്ളവർ, ദുവ ആവശ്യമുള്ളവർ, ലിസ്റ്റ് ഇട്ടിട്ട് മേക്ക് ദുവ ഫോർ ദോസ് പീപ്പിൾ. ഓക്കെ, ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെൻ യു ഡു ഇറ്റ് ഫോർ അതേഴ്സ് ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ്. ഓക്കെ, ഏഞ്ചൽസ് വിൽ സേ ആമീൻ ടു യുവർ ദുവ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ യു ഷുഡ് നോട്ട് ലീവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായില്ല? അപ്പൊ മാക്സിമം ദുവ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി ദുവ ചെയ്യുക. അതൊരു ബ്ലെസ്ഡ് കാര്യമാണ്. നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് സെൽഫിഷ് ആവരുത് കേട്ടോ. ഇനി ഈ ലാസ്റ്റ് 10 days പറയേണ്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദുവ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ഹദീസാണ്. പ്രൊഫറ്റ് സല്ലല്ലാഹുവിന്റെ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇപ്പൊ എനിക്ക് ഇഫ് ഐ ഹാപ്പൻ ടു നോ വിച്ച് ഇസ് ദ നൈറ്റ് ഓഫ് പവർ, ഓക്കെ, എന്നാണെന്ന് എനിക്കറിയാം, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പടച്ചവനോട് ചോദിക്കേണ്ടത്, വാട്ട് ഷുഡ് ഐ സേ എന്ന് പ്രൊഫറ്റ് സല്ലല്ലാഹുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രൊഫറ്റ് സല്ലല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുആയാണ്. അത് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നു? അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ ഒരു ദുആ ഉണ്ടല്ലോ, അത് ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അതിന്റെ മീനിങ് ബ്യൂട്ടിഫുൾ മീനിങ് ആണ്. ഓ അല്ലാ, യു ആർ ദ വൺ ഹു overlooks the faults. That's the most അഫൂൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഓക്കെ, ദാറ്റ് ഈസ് ഓവർലുക്കിംഗ് ദ ഫോൾസ് എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് വരുന്നത്. പിന്നെ കരീമിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗിവ് ടു ദ പീപ്പിൾ വിത്തൗട്ട് ഡിസേർവിംഗ്. ഇപ്പൊ നമുക്ക് അർഹതയൊന്നുമില്ല, നമ്മളൊക്കെ കണക്കല്ലേ, നമുക്കൊക്കെ എന്ത് അർഹതയുണ്ടായിട്ടാ പഠിച്ച ഇത്രയും ബ്ലെസ്സിങ്സ് തന്നെ. എന്നിട്ട് നീ ഒരു അർഹതയില്ലാത്തവർക്ക് പോലും കൊടുക്കുന്ന ആളാണ്. ഓക്കെ, സോ ഗിവ് ഇറ്റ് ടു മീ ലൈക്ക് ദാറ്റ്. ഓക്കെ, തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. തുഹിബ്ബുൽ അഫ്വ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ലവ് ടു ഓവർലുക്ക് ഫോൾസ്, യു ലവ് ടു ഫൊർഗീവ്. Okay, lovingly forgive. Okay, that is tuhibbul afwa. Fa'fu anni. So please Allah, please forgive me എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇതിന്റെ ഒരു ജനറൽ മീനിങ് ആണ്. പക്ഷെ ഈ ദുആക്ക് പല വേർഷൻസ് ഉണ്ട്. എവറിത്തിങ് ഈസ് കറക്റ്റ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അതിന്റെ പല വേർഷൻസ് കിട്ടും. മീനിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഡിഫറെന്റ് ആവുള്ളൂ, ബട്ട് എവറിത്തിങ് ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ബേസിക്കലി അല്ലാ, യു ആർ ദ വൺ ഹു ഓവർലുക്സ് ദ ഫോൾസ്. ഓക്കെ, ആൻഡ് യു ആർ ദ വൺ ഹു ഗിവ്സ് പീപ്പിൾ വിത്തൗട്ട് ഡിസേർവിംഗ്. നീ എല്ലാവരുടെയും ഫോൾസ് ഇഗ്നോർ ചെയ്യുന്ന ആളാണ്. നീ അർഹതയില്ലാതെ ആൾക്കാർക്ക് കൊടുക്കുന്ന, അർഹതയില്ലാഞ്ഞിട്ട് പോലും നീ ആൾക്കാർക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്ന ആളാണ്. പിന്നെ തുഹിബ്ബുൽ അഫ്വ ആൻഡ് യു ലവ് ടു ഫൊർഗീവ്, യു ലവ് ടു ഓവർലുക്ക്. നിനക്ക് ഇഷ്ടമാണ് ബാക്കിയുള്ളവരുടെ ഫോൾസ് ഇഗ്നോർ ചെയ്യാനായിട്ട്. ഓക്കെ, ഫഅഫു അന്നി. സോ പ്ലീസ് യാ അല്ലാഹ്, പ്ലീസ് ഫൊർഗീവ് മീ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആണ്. അപ്പൊ ഈ ലാസ്റ്റ് 10 days കംപ്ലീറ്റ് രാവിലെയും വൈകിട്ടൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഈ ദുആ. ഞാൻ കണ്ടിന്യൂസ് എപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് വെറുതെ നടക്കുമ്പോഴും അടുക്കളയിൽ പണിയുമ്പോഴും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുആണ്. ഞാനല്ല, എല്ലാവരും പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ യു ഷുഡ് കീപ് ഡൂയിങ് ദാറ്റ്. ഫൊർഗീവ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാസം പഠിച്ചാൽ ഈസി ആയിട്ട് എല്ലാവരും ഫൊർഗീവ് ചെയ്യും. കംപ്ലീറ്റ് ഫൊർഗീവ് ചെയ്ത് പ്യുവർ ആയിട്ട് വേണം ഈ മാസത്തിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ, വിത്ത് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ്. ഓക്കെ, ഇനി വേറെ ഹദീസും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻഡ് ചെയ്യാണ്. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൂഎവർ സ്റ്റാൻഡ്സ് ഇൻ പ്രേയിങ്, ഓക്കെ, ഇൻ ദ ലൈലത്തുൽ ഖദറിൽ ആരൊക്കെയാണോ പ്രേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, ഓക്കെ, പക്ഷെ വെറുതെ പ്രേ ചെയ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഈമാനോടുകൂടി, ക്വാളിറ്റി നമ്പർ 1, ഈമാനോടുകൂടി കൺവിൻസിങ് ദിസ് പ്രേയർ ഈസ് ഗോയിങ് ടു ഗെറ്റ് അക്സെപ്റ്റഡ്. പടച്ചൻ പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി, ഈമാനോടുകൂടി ഹുവർ സ്റ്റാൻഡ്സ് ഇൻ ലൈലത്തുൽ ഖദർ. അനദർ ക്വാളിറ്റി ഈസ് ഓൾസോ ദെയർ. ഞാൻ അക്നോളജ് ചെയ്യുന്നു, എന്റെ എല്ലാ തെറ്റുകളും പഠിച്ചോനെ ഞാൻ അറിയുന്നു, ഞാനത് മനസ്സിലാക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു. ഓക്കെ, ഞാൻ ഹ്യൂമിലിയേറ്റഡ് ആണ്, ഐ എം കംപ്ലീറ്റ്ലി അഷെയിംഡ്. ഞാൻ ആപ്പാടെ നാണക്കേടിലാണ് ഞാൻ ചെയ്ത പാവങ്ങൾ ഓർത്തിട്ട് കരഞ്ഞ് ഒരു കൺഫെഷണൽ പ്രെയർ ആയിരിക്കണം അത്. പടച്ചവനോട് കംപ്ലീറ്റ് തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടുള്ള ഈമാനോടുകൂടിയുള്ള ഒരു പ്രെയർ ആയിരിക്കണം. ആരൊക്കെയാണോ കൺഫെഷൻ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് നിസ്കരിക്കുക. പിന്നെ പടച്ചവൻ പറഞ്ഞിരുന്നു ഇതൊരു ബ്ലെസ്സഡ് നൈറ്റാണ്, എല്ലാം ഫൊർഗീവ് ചെയ്യുന്നുള്ള ഒരു കൺവിൻസിങ് ഫീലിംഗ് കൂടെ വേണം. ആ ഒരു ഫെയ്ത്തോടു കൂടി, ഈ 2 പോയിന്റ്സോടു കൂടി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും പടച്ചോൻ പൊറുക്കൂന്നാണ് പറയുന്നത്. അതിപ്പോ എത്ര വൃത്തികെട്ട പാപങ്ങളായാലും പടച്ചോൻ പൊറുക്കൂന്നാണ് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ബി സീരിയസ് അബൌട്ട് ദിസ് ലൈലത്തുൽ ഖദർ.
ബേസിക്കലി നമുക്ക് ഇത് ജമാഅത്തിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് എത്രത്തോളം ഇത്രയും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഫൈൻ ടൈം ടു ഡു ഇറ്റ് യുവർസെൽഫ്. നിങ്ങൾ ഒറ്റയ്ക്ക് എത്ര റക്കാത്താന്ന് വെച്ചാൽ നിസ്കരിച്ചിട്ട് പടച്ചോനോട് കരഞ്ഞ് ടിയർഫുള്ളായിട്ട് കരഞ്ഞ് ദുആ ചെയ്യണം പടച്ചോന്റെ അടുത്ത്. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഫൈൻഡ് ദിസ് ഡേ. ലൈലത്തുൽ ഖദർ നിങ്ങൾ കണ്ടിരിക്കണം. അതിനുള്ള എഫേർട്ട് നിങ്ങൾ എന്തായാലും എടുത്തിരിക്കണം എല്ലാവരും. ബിക്കോസ് ഇറ്റ്സ് ദ മോസ്റ്റ് ബ്ലെസ്ഡ്, മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് ഡിക്രീഡ്, മോസ്റ്റ് വാല്യൂബിൾ, മോസ്റ്റ് ഓണേർഡ് നൈറ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പടച്ചോനെ എല്ലാവർക്കും ലൈലത്തുൽ ഖദർ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബ്ലെസ്ഡ് വേ എങ്ങനെയെങ്കിലും എത്തിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി മാത്രമാവരുത്, എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണേ പ്ലീസ്. ഐ നീഡ് ഓൾ ദോസ് ദുആസ് പ്ലീസ്. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ആരുടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ നിരത്തി പോയി സോറി പറയുക. ഞാനും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കുക പ്ലീസ്. ഈ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് കൂടിയിട്ട് എനിക്ക് എല്ലാവരോടും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലരൊക്കെ എനിക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, ചിലപ്പോൾ ഇച്ചിരി മനഃപൂർവ്വമൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. ഇനി ആർക്കെങ്കിലും കറക്റ്റായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ദയവായിട്ട് എനിക്ക് മെസ്സേജ് എന്താന്ന് വെച്ചാൽ അയക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചോ, കുഴപ്പമില്ല. ഐ ട്രൈ ടു റെസ്പോണ്ട്, ബട്ട് പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഐ ഹാവ് നോട്ട് റെസ്പോണ്ടഡ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പ് കൊടുത്ത് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ലൈലത്തുൽ ഖദറൊക്കെ കിട്ടി. അൽഹംദുലില്ലാ, അത് മോസ്റ്റ് ബ്ലെസ്ഡ് റമദാൻ ആവട്ടെ എല്ലാവരുടെയും. എന്നിട്ട് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഈ റമദാനിന്ന് പുറത്തിറങ്ങട്ടെ. ഈ റമദാന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ലെവലെങ്കിലും ബെറ്റർ പൊസിഷനിലായിരിക്കണം നമ്മൾ റമദാൻ കഴിഞ്ഞ് പുറത്തേക്ക് ചാടുമ്പോൾ. അണ്ടർസ്റ്റുഡ്? അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനിയും സമയമുണ്ട്. ഇത്രയും ദിവസം ഉഴപ്പിക്കളഞ്ഞാലും കുഴപ്പമില്ല. ഇനിയും ഒരാഴ്ചയും കൂടി ഉണ്ട്. മാക്സിമം എഫേർട്ട് എടുത്തോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വിൽ ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും ഗേൾസ്.